തിരുവനന്തപുരം നഗരഹൃദയത്തിനുള്ളിലുള്ള ചാല മാർക്കറ്റിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിലാണ്. ആര് ജയിച്ചാലും നമുക്കൊരു ഗുണവുമില്ലെന്ന ഭിന്നാഭിപ്രായം വരെ പങ്കുവയ്ക്കുന്ന വോട്ടർമാരെ ഇവിടെ കാണാം. തിരുവനന്തപുരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പുകൾക്കെന്നും ചർച്ചയാകുന്നത് കച്ചവട കേന്ദ്രങ്ങളും ഒപ്പം തന്നെ മാർക്കറ്റുകളുമാണ്. ആ മാർക്കറ്റുകളിലും അഭിപ്രായങ്ങളുണ്ടാകും, ഭിന്നാഭിപ്രായങ്ങളുണ്ടാകും, വിമർശനങ്ങളുണ്ടാകും, അനുകൂലമായ സ്വരങ്ങളുണ്ടാകും. എന്തായാലും ചാല മാർക്കറ്റിലെ വോട്ടർമാരുടെ മനസ്സും വാക്കും കണ്ടു തന്നെ അറിയാം. ചേട്ടോ, തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് എന്താണ് ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ കച്ചവടം പൊടി പിടിക്കുന്നുണ്ടോ? കച്ചവടമൊക്കെ എന്നും നടക്കുമ്പോഴും നടക്കും. എങ്ങനെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ? എങ്ങനെയാണ് സ്ഥാനാർത്ഥി? എല്ലാം ആരും മോശമല്ല, മൂന്നൊരു ഉഗ്രൻ. തിരുവനന്തപുരത്തെ 3 സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളും. ജയിക്കും എന്നുള്ളത് കണ്ടറിയാം. ടൈറ്റ് ഗെയിമാണ്. ചേട്ടാ, ഒരു ഇലക്ഷനൊക്കെ വരുവാണ്. അപ്പോൾ നമ്മുടെ 3 സ്ഥാനാർത്ഥികൾ എങ്ങനെയുള്ളത്? അത് നമുക്കിപ്പം ഞാനൊരു BJP കാരനാണ്. BJP ജയിക്കത്തില്ല പറയാൻ പറ്റുള്ളൂ. പക്ഷേ വേറൊരു കാര്യം, BJP ജയിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇവിടുത്തെ രീതി അതാണ്, ജയിപ്പിക്കൂല. ഇവിടുന്ന് ജയിച്ചു പോണ MP അവിടെ മിണ്ടാതിരിക്കുകയുള്ളൂ. മിണ്ടിയിട്ടില്ല ഇതുവരെ. 15 വർഷമായി MP ആയിരുന്നു. ഒരു കാര്യം എന്താണെന്ന് പോലും പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ഇനി അടുത്തത് സെൻട്രലിൽ BJP സർക്കാരെ അധികാരത്തിൽ വരുള്ളൂ. എന്ത് വില കൊടുത്ത് ഒരു വാങ്ങിച്ചിരിക്കും. ചർച്ചകളൊക്കെ നിങ്ങൾ ഉണ്ടാകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കച്ചവടത്തിനിടയിൽ? ആ ചർച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഉണ്ടാവണമല്ലോ. ഇലക്ഷൻ ആകുമ്പോൾ അതിൻ്റെ ഒരു ചൂടാണല്ലോ. ഇലക്ഷൻ ചൂട് എന്ന് പറയുമ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു രീതിയാണ്. ഇവിടെ നമുക്ക് ഈ പുള്ളി INTC കാരനാണ്, AITC കാരനാണ്. നമുക്കിവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവരും നമ്മളൊരു അയാൾ മറ്റേ പറയുന്നുണ്ട്, ലേക്ക് വാ, അയാളെ മറ്റേലും പറയുന്നുണ്ട്. പാർട്ടി നമുക്കിവിടെ ചാലഞ്ച് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മറ്റു സൗഹൃദത്തിൽ നമ്മളങ്ങ് പോകുന്നേ ഉള്ളൂ. മാർക്കറ്റിൽ സജീവമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ചൂടുണ്ടോ? ഇവിടെ മാർക്കറ്റിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, നിന്റെ പാർട്ടി നോക്കൂടാന്ന്. ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നത്. ചിലപ്പോൾ ശശിധരനായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ വരുമെന്ന് പറയാം. ഈ 3 എണ്ണത്തിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റൂ. അപ്പോൾ നമ്മളിതിൽ രാഷ്ട്രീയം പറയില്ല. പിന്നെ നമ്മൾ ആളുകൾ ഇളക്കാൻ വേണ്ടി നമ്മളെ പലതും പറയാം, എത്ര തന്നെ. അല്ല, വേറെ ഒരു വിഷയത്തില്ല. ഇത് തന്നെ ഈ മാർക്കറ്റിൻ്റെ ഗുണം. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് കൂടിക്കഴിഞ്ഞു. അവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടാണ്. നമ്മളെ സൂര്യൻ്റെ ചൂട്. 10 മണി കഴിഞ്ഞാൽ ആരും വീട് കൂടെ കാണൂല, എല്ലാ വീടുകളിലായിരിക്കും. ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. എന്തായാലും ചേട്ടാ, ഇതെല്ലാം നോക്കിക്കണ്ടൊക്കെ നിൽക്കുവാണ്. എന്താണ് ചേട്ടൻ്റെ ഒരു 17 സീറ്റ് പിടിക്കും ഇവിടെ. UP ആരാണ് കൂടുതൽ സീറ്റ് പിടിക്കും അധികാരത്തിൽ, അത് പണം മുടക്കുന്ന പിടിക്കും. UP 80 സീറ്റ് കൂടുതൽ പിടിച്ച കേന്ദ്രം ഭരിക്കാനുള്ള കഴിവ് കോൺഗ്രസിനാണ്. അല്ല, ഇവർ BJP ഭരിക്കുന്ന പണം മാറ്റി പിടിക്കുന്നതല്ല. UP കൂടുതൽ സീറ്റ് ആര് പിടിക്കും അധികാരത്തിൽ വരും കേന്ദ്രത്തിൽ. അത് BJP ആയാലും ശരി, UDF ആയാലും ശരി. നമ്മുടെ തൊഴിലാളികളുടെ ഐക്യത്തിലാണ്. ഇവിടെ ശശി തരൂർ തോന്നും വേണ്ട, ഒരു 10,000 വോട്ടിൽ ശശി തരൂർ ജയിക്കും. ഇനി എന്തായാലും ശരി, എന്തായാലും 10,000 മതി. 1,00,000 വേണ്ട, 10,000 വോട്ട്. ചർച്ചകൾ സജീവമാണ്. എന്താണ് ഒരു വോട്ടറിന് വരുള്ളൂ, വേറെ ഒന്നും വരില്ല. UP പറഞ്ഞിരിക്കാനേ ഒക്കുള്ളൂ. ഇവിടെ കമ്മ്യൂണിസ്റ്റേ ഭരിക്കുള്ളൂ, അതേ കൊണ്ടേ കഴിവുള്ളൂ, അല്ലാതെ UP ഒന്നും ഭരിക്കില്ല. എന്തായാലും ചർച്ച വളരെ സജീവമാണ്, ചർച്ച കൊഴുക്കുകയാണ്. എന്നാലും നമ്മൾ ഈ വോട്ടർമാരുടെ മനസ്സ് നിർത്തുന്നില്ല. എങ്ങനെയുണ്ട് ചേട്ടാ, തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ്? ചൂടും തെരഞ്ഞെടുപ്പും എല്ലാം ഒന്നുപോലെ തന്നെ. നല്ല തെരഞ്ഞെടുപ്പാണ്, നല്ല മത്സരാർത്ഥികളാണ്. 3 പേര് നല്ല മത്സരാർത്ഥിയാണ്. ആര് ജയിക്കുമെന്ന് ജനങ്ങളാണ് വിധി എഴുതുന്നത്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് ഈ ചൂടുകാലത്ത്? ചൂടുകാലത്തല്ല, കച്ചവടം ഇല്ല. ചൂടുകാലമായതുകൊണ്ടല്ല, ജനങ്ങളിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അത്രമാത്രം പൊറുതിമുട്ടി. പൈസ ഇല്ലാത്ത കാലത്താണ് ഒരു തെരഞ്ഞെടുപ്പും കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ഭരണകാലത്തെന്ന് പറഞ്ഞിരുന്നാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അത് ഉണ്ടായേ പറ്റുള്ളൂ. 3 സ്ഥാനാർത്ഥികളും ദേശീയ രാഷ്ട്രീയമാണ്. 3 സ്ഥാനാർത്ഥികളും വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് 3 സ്ഥാനാർത്ഥികളും ചേട്ടൻ്റെ ഒരു വോട്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? ഈ 3 സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോഴേ, ഇപ്പം നമ്മുടെ നേതാവ് ശശി തരൂർ 3 വട്ടം ഇവിടെ നിന്ന് ജയിച്ചു പോയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല.
അതുപോലെ തന്നെ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ഒരിക്കൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ പാർട്ടി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എങ്ങനെയുണ്ട് ചൂടും കച്ചവടവും ഒക്കെ എങ്ങനെയുണ്ട്? ചെറുകിട വ്യാപാരികൾക്കൊന്നും ഗവൺമെൻറ് സപ്പോർട്ടില്ല. അതുകൊണ്ട് കച്ചവടങ്ങൾ വളരെ മോശമാണ്. ഇപ്പോഴും സാധനങ്ങളെല്ലാം വളരെ വില കുറവാണ് ഇപ്പോഴെല്ലാം. ഇതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുവാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലാകാലങ്ങൾ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവരെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും തെരഞ്ഞെടുപ്പ് പറഞ്ഞു വരുമ്പോൾ ചെറുകിട കച്ചവടക്കാർക്ക് ഒരു തെരഞ്ഞെടുപ്പുകാരും ഒരു സഹായമില്ല. സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? 3 സ്ഥാനാർത്ഥികളും ഒന്നുപോലെ നല്ല സ്ഥാനാർത്ഥികളാണ്. തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ സമാധാനമാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ LDFും BJP ഒക്കെ നിൽക്കാൻ രാജ്യത്ത് നിൽക്കുന്നുണ്ട്, കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സാണ് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥാനാർത്ഥി. അപ്പോൾ നമുക്ക് സമാധാനം വേണം, പിന്നെ വികസനവും വേണം. സ്ഥാനാർത്ഥികളൊക്കെ കാണാൻ വന്നു. ആ സ്ഥാനാർത്ഥി എന്നാലും അവരെ പെണ്ണാട്ടി മക്കൾ കൊള്ളാപ്പി. നമ്മൾ ഈ വേലത്തിൽ കഷ്ടപ്പെട്ടാൽ 10 രൂപ കിട്ടുള്ളൂ, അല്ല ഒന്നുമില്ല. നമുക്ക് എന്താണ് അവർ ചെയ്യണത്? അപ്പോൾ ഒന്നും ചെയ്യാനും ഇല്ല. അപ്പോൾ അത് ഏത് പാർട്ടി ജയിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ജയിച്ചപ്പോൾ 5-6 പേര് പറഞ്ഞ് നമുക്കെല്ലാം നെരിച്ച് തരാം. എവിടെ നെരിച്ച്? ഒന്നും നെരിച്ചില്ല. കഷ്ടപ്പെട്ടാലും ജീവിക്കാൻ പറ്റുള്ളൂ. അവിടെ ആര് ജയിച്ചിരുന്നാലും അവരായിരിക്കും കൊള്ളാം. തരാനും നമ്മുടെ അഭിപ്രായം. കൂട്ടലും കിഴിക്കലും എല്ലാം നടത്തി വോട്ടർമാരുടെ മനസ്സിലുള്ളതാണ് ഈ കണ്ടതും കേട്ടതുമെല്ലാം. ഇനി പോളിംഗ് ബൂത്തിലെ സംഖ്യ കണ്ടു തന്നെ അറിയണം. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ സുരേഷിനൊപ്പം KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.